ലാൽ സലാം. ഒരു മാസം പിന്നിടുമ്പോഴും ഇവിടെ തിയേറ്ററുകളിൽ പൂരപ്പറമ്പാക്കാൻ ഒരേ ഒരാൾക്ക് കഴിയുള്ളൂ. ആ ആളുടെ പേരാണ് മോഹൻലാൽ. തുടരുമെന്ന ചിത്രം ഒരു മാസം പിന്നിടുമ്പോൾ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മാതിരി കൊടൂരമായിട്ടുള്ള തിരക്കാണ്. എറണാകുളം ഷേണൈസിലെ തിരക്ക് നമുക്ക് കഴിഞ്ഞ ദിവസത്തെയാണ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് ഇതുവരെ 468ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 19,760ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. 32 ലക്ഷം രൂപ ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു. 14.84% ഒക്യുപ്പൻസി ആയിട്ട് പറയുന്നത്. അതായത് ഉച്ച വരെയുള്ള കണക്കാണ്. ഇന്നലെ സിനിമയ്ക്ക് ഏറെക്കുറെ 80 ലക്ഷം രൂപയോളം, 75-80 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് 1 കോടിക്ക് മുകളിലായിരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇന്ന് ഈ ആഫ്റ്റർനൂൺ സെഷനിൽ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ ആ രീതിയിൽ തന്നെയാണ്. എറണാകുളം ഷേണൈസിൽ നമുക്ക് കാണാം ഒട്ടുമിക്ക ഷോകളും ഇങ്ങനെ തന്നെയാണ്. നല്ല തിരക്കാണ്. വർക്കിംഗ് ഡേയ്സിലും തിരക്കാണ്, അതുപോലെ തന്നെ വീക്കെൻഡ്സിലും ഒരേപോലെ തന്നെ തിരക്ക്. എറണാകുളം ഷേണൈസ് മാത്രമല്ല, ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈവനിങ് നൈറ്റ് ഷോസ് എല്ലാം കൂടെ വരുമ്പോൾ മഴക്കാലം തുടങ്ങിയതോടുകൂടി തന്നെ ഇടിയുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നെങ്കിൽ ബാക്കിയുള്ള സിനിമകളെക്കാളുമൊക്കെ മുകളിൽ തന്നെ തുടരും കുതിച്ചുയരുന്ന കാഴ്ച. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 115 കോടിയും കടന്ന സിനിമ മുന്നോട്ട് പോവുകയാണ്. സിനിമ 125 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തൂക്കിയിട്ടേ ഓട്ടം നിർത്തുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ പോക്ക്. വേൾഡ് വൈഡായിട്ട് സിനിമ 227 കോടിയും കടന്ന് 230 കോടി ഇന്നേക്ക് എത്തുന്നുള്ള പ്രതീക്ഷയാണ്. 250 കോടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വരുന്ന ആഴ്ചകളിൽ 250 കടന്ന് സിനിമ മുന്നോട്ട് പോകും. ഇതുവരെ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സിനിമ കാണാം. കാരണം ഒരുപാട് പേർ പലവട്ടം കാണുന്നു. നല്ല ഒരു സിനിമ. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം, പ്രത്യേകിച്ച് ശോഭനയും മോഹൻലാലും നിർമ്മിക്കുമ്പോൾ അതൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. എന്തായാലും ഈ സിനിമ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാം. അതിൻ്റെ ആ ഒരു മാറ്റ് തന്നെയാണ് നമ്മൾ ഇന്ന് തിയേറ്ററിൽ കാണുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലാൽ സലാം.